ഞങ്ങൾ ഒരു കാര്യം ചോദിച്ചാ അമൃതേച്ചി സത്യം പറയണം. അമൃതേച്ചിക്ക് എന്താ വിഷമം? എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമവും. അമൃതേച്ചി എന്തിനാ ഈ ആധാരമൊക്കെ എടുത്ത് നോക്കുന്നേ? ഇത് ബാങ്കിൽ പണയം വെക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? കല്യാണം എന്ന് പറഞ്ഞ സ്വർണവും മറ്റു ചെലവുകളും ഒക്കെ ഇല്ലേ? അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നത് മതിയെന്ന് അഭിയേട്ടന് വിവേകം പറഞ്ഞല്ലോ. ആ, ആകാശേട്ടനും അതേ അഭിപ്രായം തന്നെയാ. $60 പവൻ സ്വർണ്ണം എവിടെ ഇരിപ്പുണ്ട്. അത് 3 പേർക്കും കൂടി 20 പവൻ വീതം എടുത്താ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കല്യാണം നടത്താം. ഇത്തരം ഭാരിച്ച കാര്യങ്ങളൊന്നും നിങ്ങൾ ആലോചിക്കണ്ട. ബാക്കിയുള്ള സ്വർണം വാങ്ങാനും കല്യാണ ആവശ്യത്തിനുള്ള പണം കണ്ടെത്താനും ഞാൻ പഞ്ചരത്നത്തിന്റെ ആധാരം ബാങ്കിൽ പണയം വെക്കാൻ തീരുമാനിച്ചു. എന്തിനാ അമൃതേച്ചി ആധാരം പണയം വെക്കുന്നേ? കല്യാണ ആവശ്യത്തിനായി 50 ലക്ഷം രൂപ തരാന്ന് കലയമ്മ പറഞ്ഞതല്ലേ? നിങ്ങൾ അതൊക്കെ വിശ്വസിച്ചോ? കലയമ്മ പറഞ്ഞതൊന്നും ഞാൻ ഗൗരവത്തിലെടുത്തിട്ടുമില്ല, വിശ്വസിച്ചിട്ടുമില്ല. കലയമ്മ ആളൊരു ഉടായിപ്പാണോന്ന് കുറച്ചു കാലമായിട്ട് എനിക്ക് ആദരിക്ക് നല്ല സംശയമുണ്ട്. വിവേകേട്ടന്റെ കേസില് കലയമ്മയുടെ അമിതമായ ആവേശം കണ്ടപ്പോഴേ ഞങ്ങക്ക് സംശയം കൂടി. ആരാധ്യേ, നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല. കലയമ്മയുടെ കാപട്ടി നിറഞ്ഞ മുഖം കണ്ടതുകൊണ്ടാ എനിക്ക് സങ്കടം വന്നതും ഞാനിവിടെ വിഷമിച്ചു വന്നിരുന്നതും. എനിക്ക് കലയമ്മയെ സംശയം തോന്നിയത് മധുര യാത്രക്കിടയിലാ. അന്നാ യാത്രയിൽ എന്താ സംഭവിച്ചത് അമൃതേച്ചി? അഭിയുടെ കാറ് കേടായി യാത്ര മുടങ്ങിയെന്നല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്? അത് കള്ളമായിരുന്നു. പിന്നെ എന്താന്ന് നടന്നത്? ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. ഒടുവില് നീ നിന്റെ തനി നിറം കാണിച്ചല്ലേ? ചോറ് ഇവിടെയും കൂർ അവിടെയും അല്ലേ? അയ്യോ മാഡം, എന്താ ഇങ്ങനെ പറയുന്നത്? നീ ഈ കാണിച്ച വിശ്വാസവഞ്ചനയ്ക്ക് ഞാൻ പിന്നെ എന്താ പറയേണ്ടത്? അയ്യോ, വിശ്വാസവഞ്ചനയോ? എന്റെ പൊന്നു മാഡം, ഇങ്ങനെ വലിയ വലിയ വാക്കുകളൊന്നും പ്രയോഗിക്കല്ലേ. അതൊന്നും കേൾക്കാനുള്ള ത്രാണി പോലും എനിക്കില്ല. പിന്നെയല്ലേ ചെയ്യാൻ? ഞാൻ നിന്നെ അവിടെ കൊണ്ട് നിർത്തിയതേ എനിക്ക് വേണ്ട വിവരങ്ങൾ അവിടുന്ന് ചോർത്തി തരാനാ, അല്ലാതെ അറിഞ്ഞ കാര്യങ്ങൾ എന്നോട് മറച്ചു വെച്ച് അവളുമാരെ സഹായിക്കാനല്ല. അയ്യോ, വെറുതെ ഇങ്ങനെ ആരോപിക്കരുത് മാഡം. സത്യമായിട്ടും ഞാൻ അങ്ങനെ ചെയ്തില്ല. വിവേകിന്റെ പ്രശ്നം അവര് സോൾവ് ചെയ്യാൻ പോകുന്നതിന്റെ ഒരു സൂചന പോലും നീ എനിക്ക് തരാത്തെന്താ? സൂചനയല്ല, ഞാൻ മുഴുവൻ കാര്യവും വള്ളി പുള്ളി വിടാതെ പറഞ്ഞേനെ. പക്ഷെ ഞാനത് അറിയണ്ടേ മാഡം? അറിയുക എന്നുള്ളത് നിന്റെ ഉത്തരവാദിത്വമാ. അതിനാ നിന്നെ ഞാൻ അവിടെ നിർത്തിയിരിക്കുന്നത്. അതിന് ആ പഞ്ചരത്നം വീട്ടിൽ ഞാൻ ഉണ്ടാവാൻ പറ്റണ്ടേ മാഡം? അതെന്താ? അവിടുന്ന് ആ കൃഷ്ണൻ ഓരോരോ ജോലി ഏൽപ്പിച്ച് എന്നെ അവിടുന്ന് മാറ്റി. അതാ പറ്റിപ്പോയത്. ആ കൃഷ്ണൻ ഒരു തലവേദനയായിട്ട് മാറുകയാണല്ലോ. അയാൾ ഒരു റാസ്കളാ മാഡം. അമൃതയോട് പോലും ചോദിക്കാതെ അങ്ങേരെ അവിടെ ജോലിക്കെടുത്തത് ഈ സിസിലിയ. എന്നിട്ട് അയാളിപ്പോ അവരോടൊട്ടി എനിക്ക് പണി തന്നോണ്ടിരിക്കുക. എന്റെ പ്ലാനുകളെല്ലാം ഇപ്പൊ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൻ കാരണോ? പെട്ടെന്ന് എങ്ങനെയാ അയാൾക്ക് പഞ്ചരത്നത്തിൽ ഇത്രയും സ്വാതന്ത്ര്യം കിട്ടിയത്? അത് എനിക്കും അറിയില്ല മാഡം. മാഡം അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് എന്നെ അറിയിച്ചാ മതി. ഓ അതല്ല മാഡം, ഞാൻ അന്വേഷിച്ച് മാഡത്തെ അറിയിക്കാന്നാ പറഞ്ഞത്. മൈ മിസ്റ്റേക്ക്, ഐ എം സോറി. അതായിരിക്കും നിനക്ക് നല്ലത്. ഇനിയെങ്കിലും വേണ്ടതുപോലെ കാര്യങ്ങൾ നോക്കിയും കണ്ടും ചെയ്യ. പിഴവ് പറ്റിയാൽ ഇനി ഞാൻ ക്ഷമിച്ചു എന്ന് വരില്ല. ഓ ശരി. ഇനി ഞാൻ ക്ഷമിച്ചു എന്ന് വരില്ല പോലും. ഇനി ഞാൻ കളം മാറ്റി ചവിട്ടുന്നതായിരിക്കും നല്ലത്. ഇവരുടെ കൂടെ നിന്നാ ബിരിയാണി കിട്ടുമെന്ന് കരുതിയെങ്കിലും ഒരു പ്രയോജനവും ഇല്ല. പഞ്ചരത്നങ്ങളുടെ കൂടെ നിന്നാ കഞ്ഞിയെങ്കിലും കുടിച്ച് കിടക്കാം. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.